എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 97, 98 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2 ശ്ലോകങ്ങളിലും ഇന്ദ്രവജ്രവൃത്തമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. സുന്ദരമായിട്ടുള്ള വളരെ എളുപ്പം പഠിക്കാവുന്ന 2 ശ്ലോകങ്ങളാണ്. രുക്മിണിയുടെ ഭഗവതിയെ തൊഴാനുള്ള പോക്കാണ്. നമുക്ക് ആദ്യം 97ാമത്തെ ശ്ലോകം നോക്കാം. സാ നിർയയൗ രാജസുതാ നഗര്യാ ഗുപ്താ ഭടൈരുദ്ഭടശസ്ത്രജാലൈ കർത്തും നമസ്യാം ജഗദേകമാത്രേ ബാലേന്ദുചൂഡാമണിവല്ലഭായൈ. ആദ്യം പദങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. സാ നിർയയൗ രാജസുതാ നഗര്യാ ഗുപ്താ ഭടൈഃ ഉദ്ഭടശസ്ത്രജാലൈഃ കർത്തും നമസ്യാം ജഗദേകമാത്രേ ബാലേന്ദുചൂഡാമണിവല്ലഭായൈ. വളരെ കുറച്ചേ ഉള്ളൂ പദച്ഛേദം പറയാൻ. എന്താണ് ഉണ്ടായത്? രുക്മിണി എന്താണ് ചെയ്തതെന്ന് പറയാണ്. സാ രാജസുത, ആ രാജകുമാരിയായിട്ടുള്ള രുക്മിണി ദേവി ബാലേന്ദുചൂഡാമണിവല്ലഭായൈ ജഗദേകമാത്രേ നമസ്യാം കർത്തും. ബാലേന്ദു ചൂടാമണി വല്ലഭ. ബാലേന്ദു എന്ന് പറഞ്ഞാൽ ചന്ദ്രകല, ഇന്ദുവിൻ്റെ വളരെ ചെറിയ രൂപം, അതായത് ചന്ദ്രകല. ബാലേന്ദു ചൂടാമണി, അത് ചൂടാമണിയായിട്ട് ധരിച്ചിട്ടുള്ളവൻ ശ്രീപരമേശ്വരൻ. അതാണ് ബാലേന്ദു ചൂടാമണി വല്ലഭായൈ. അദ്ദേഹത്തിൻ്റെ വല്ലഭയ്ക്ക്, അതായത് ശ്രീപാർവതീ ദേവിയെ, വല്ലഭയെ നമസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ബാലേന്ദു ചൂടാമണി വല്ലഭായൈ ജഗദേകമാത്രേ, ലോകത്തിൻ്റെ മുഴുവനും അമ്മയായിരിക്കുന്ന ശ്രീപാർവതീ ദേവിയെ വന്ദിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നാരായണീയത്തിൽ കണ്ടുല്ലോ. തദനുവന്ദിതുമിന്ദുമുഖീ ശിവാം വിഹിതമംഗലഭൂഷണഭാസുര നിരഗമത് ഭവദർപ്പിത ജീവിത സ്വപുരതഃ പുരതഃ സുഭടാവൃത എന്ന്. അതായത് പിറ്റേന്നാൾ വെളിച്ചാവാൻ കാലത്ത് രുക്മിണി ദേവി ശ്രീപാർവതിയെ, കുളിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല ആഭരണങ്ങളൊക്കെ ധരിച്ചിരിക്കുന്ന രുക്മിണി ദേവി ശ്രീപാർവതീ ദേവിയെ വന്ദിക്കാൻ വേണ്ടിയിട്ട് പോണതായിട്ടുള്ള ദൃശ്യമാണ് ഇത്. ഏതാണ്ട് ഇതേപോലെ തന്നെയാണ് സുകുമാരകവിയുടെ വരികളിലും നമുക്ക് കാണാൻ പറ്റുക. ബാലേന്ദു ചൂടാമണി വല്ലഭ ആയിട്ടുള്ള, ലോകത്തിൻ്റെ മുഴുവനും മാതാവായിട്ടുള്ള ശ്രീപാർവതിയെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് നമസ്യാം കർത്തും ഉദ്ഭട ശസ്ത്രജാലൈഃ ഭടൈഃ ഗുപ്താ നഗര്യാഃ നിർയയൗ. സ്വയംവരത്തിനുള്ള തയ്യാറെടുപ്പ് അതിനായിട്ട് നിൽക്കുന്ന കന്യകയാണ്. അപ്പോൾ കന്യകയെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടില്ല. വിവാഹമൊക്കെ ആയി തുടങ്ങിയാൽ തന്നെ പെൺകുട്ടികളെ, അല്ലെങ്കിലും പെൺകുട്ടികളെ ഒന്നിനും ഒറ്റയ്ക്ക് വിടില്ല. പ്രത്യേകിച്ച് വിവാഹം കാലായി നിൽക്കുന്ന ഒരു കുട്ടിയെ ഒറ്റയ്ക്കൊന്നും വിടാനേ പാടില്ല. ആരെങ്കിലുമൊക്കെ തട്ടിക്കൊണ്ടു പോയാലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നല്ല ആയുധ സജ്ജരായിട്ടുള്ള ഭടന്മാരാൽ ചുറ്റപ്പെട്ടുകൊണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. ഉദ്ഭട ശസ്ത്രജാലൈഃ ഭടൈഃ. ഉദ്ഭട ശസ്ത്രജാലൈഃ എന്നുള്ളത് കൊണ്ട്, ഉദ്ഭടം എന്ന് പറഞ്ഞാൽ പ്രഹരിക്കാൻ, മറ്റുള്ളവരെ ആക്രമിക്കാൻ തക്ക ശക്തിയുള്ളതായ സമർത്ഥങ്ങളായിട്ടുള്ള ആയുധമേന്തിയിട്ടുള്ള ഭടന്മാരാൽ, അതാണ് ഉദ്ഭട ശസ്ത്രജാലൈഃ ഭടൈഃ. അങ്ങനെ അത്തരത്തിലുള്ള ആയുധങ്ങൾ പിടിച്ചിട്ടുള്ള ഭടന്മാരാൽ ഗുപ്ത സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് നഗര്യാഹ നിർയയൗ. നഗര്യാഹ നഗരത്തിൽ നിന്ന്, അതായത് കൊട്ടാരം എവിടെയാണോ ഇരിക്കുന്നത് അതിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ടാണ് ഭഗവതിയുടെ അമ്പലം ഉള്ളത്, ക്ഷേത്രമുള്ളത്. അപ്പോൾ അവിടേക്ക് പതുക്കെ പതുക്കെ പുറപ്പെട്ടു. ഒറ്റയ്ക്കൊന്നുമല്ല, ധാരാളം തോഴിമാരുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഭടന്മാരെ ചുറ്റും സംരക്ഷണം നൽകിക്കൊണ്ട് അവരുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ സംരക്ഷണ വലയത്തിൽ നടന്നുകൊണ്ട് രുക്മിണി ശ്രീപാർവതിയെ വന്ദിക്കാനായിട്ട് തൻ്റെ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങി എന്നാണ് പറയുന്നത്. നഗര്യാഹ, സ്വന്തം നഗരത്തിൽ നിന്നും കൊട്ടാരത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി, ഭടന്മാരാൽ രക്ഷിക്കപ്പെട്ടുകൊണ്ട്. അതന്നെയാണ് മേൽപ്പത്തൂരും പറഞ്ഞത്. പുരത സുഭടാവൃത. അതേ വാക്കുകളൊക്കെ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്വന്തം പുരത്തിൽ നിന്ന്, കൊട്ടാരത്തിൽ നിന്ന് മുമ്പിൽ നടക്കുന്ന ഭടന്മാരാൽ ചുറ്റപ്പെട്ടുകൊണ്ട് സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് നഗരത്തിൻ്റെ പുറത്തേക്ക്, ആ ക്ഷേത്രത്തിലേക്ക്, ദേവാലയത്തിലേക്ക് പുറപ്പെട്ടു എന്നർത്ഥം. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. രുക്മിണിയുടെ പോക്കിനെ പറ്റിയിട്ട് വർണ്ണിക്കുകയാണ് കവി ചെയ്യണത്. 98ാമത്തെ ശ്ലോകം നോക്കൂ. ഭേദ്യോ വിയദ്ഭേദപട്ടുപ്രണാദാഃ
കോണൈരതാഡ്യന്തമുഹുസ്തദഗ്രേ ആപാദയന്ത്യശ്രവണോപകണ്ഠം കൃഷ്ണസ്യ രോമാഞ്ചചയാഭിരാമം. പദച്ഛേദം പറയാം. ഭേര്യ വിയദ്ഭേദപടുപ്രണാദാഃ കോണൈഃ അതാഡ്യന്ത മുഹു തദഗ്രേ ആപാദയന്ത്യ ശ്രവണോപകണ്ഠം കൃഷ്ണസ്യ രോമാഞ്ചചയാഭിരാമം. ഈ പോകുന്ന വഴിക്ക് രാജകുമാരി വരുന്നുണ്ട് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള വാദ്യങ്ങളുടെ പ്രയോഗങ്ങളാണ്. അതാണ് ഇവിടെ പറയണത്. മാത്രമല്ല വിവാഹത്തിൻ്റെ ആരംഭമൊക്കെ അതിൽ പ്രതിധ്വനിക്കുന്നുണ്ട്. നമുക്ക് അന്വയത്തിലേക്ക് കടക്കാം. വിയദ്ഭേദപടുപ്രണാദാഃ കൃഷ്ണസ്യ ശ്രവണോപകണ്ഠം രോമാഞ്ചചയാഭിരാമം ആപാദയന്ത്യ ഭേര്യ. ഭേരികൾ, ഭേരി എന്ന് പറഞ്ഞാൽ വലിയ നഗാരങ്ങൾ, അതായത് വലിയ ഈ എന്താണ് പറയുക, ചെണ്ട പോലത്തെ വലിയ വാദ്യങ്ങളാണ്. ഇത് കൊട്ടിയിട്ടാണ് അതിലിങ്ങനെ വലിയ വടി കൊണ്ടടിക്കുമ്പോൾ ഉറക്ക ശബ്ദം വളരെ ദൂരത്തേക്ക് അങ്ങനെ സഞ്ചരിക്കുന്നതായ, വളരെ ദൂരത്തേക്ക് കേൾക്കാവുന്ന അത്രയ്ക്ക് ശബ്ദം ഉണ്ടാവും. ആ ശബ്ദത്തിന് പലതരത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ഇവിടെ സാധാരണയായിട്ട് അത് പ്രയോഗിക്കുന്നത് രാജാക്കന്മാരുടെ, വലിയ പ്രഭുക്കന്മാരുടെയൊക്കെ വരവിൽ, അവരുടെ യുദ്ധത്തിനുള്ള പുറപ്പാട്, ഈ യുദ്ധത്തിലെ ഭടന്മാരുടെയൊക്കെ മനസ്സിന് ഉല്ലാസം കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പല പല കാര്യങ്ങൾക്കായിട്ടും ഉപയോഗിക്കാറുണ്ട്. ഇവിടെ രാജകുമാരി അമ്പലത്തിലേക്ക് ഭഗവതിയെ തൊഴാൻ വേണ്ടി പോകുന്നുണ്ട് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് അടുത്ത മുഹൂർത്തത്തിൽ തന്നെ രാജകുമാരിയുടെ സ്വയംവരം ആരംഭിക്കാറായി എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളതായിട്ടുള്ള വാദ്യഘോഷങ്ങളാണ്. അതാണ് ഭേരീനിനാദം. ഇവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്. അതങ്ങനെ സഞ്ചരിക്കുന്ന ഒരു മാർഗത്തിനെ പറ്റിയിട്ടൊക്കെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. വിയദ്ഭേദ പടുപ്രണാദാഃ. വിയത്ത് എന്ന് പറഞ്ഞാൽ ആകാശമാണ്. ആകാശത്തിൽ കൂടെ സഞ്ചരിച്ചിട്ട് ആകാശത്തിനെ പിളർക്കും വിധത്തിലുള്ള അത്രയ്ക്ക് ഉറക്കെയുള്ളതായ ശബ്ദം. വിയദ്ഭേദ പടുപ്രണാദാഃ. വിയത്തിനെ, ആകാശത്തിനെ ഭേദനം ചെയ്യുന്ന, മുറിക്കുന്ന വിധത്തിൽ, അതിനെയും തുളച്ച് അപ്പുറത്തേക്ക് കടക്കുന്ന വിധത്തിലുള്ള നല്ല തീവ്രമായ ഒച്ചയോടുകൂടിയ പ്രണാദാഃ. ആ പ്രണാദങ്ങൾ എവിടം വരെ എത്തി? അത് ലോകാലോകം കടന്നും പോയി. അതോടൊപ്പം തന്നെ അത് ശ്രീകൃഷ്ണനും കേട്ടുല്ലോ. ഇവിടെ കൂടിയിരിക്കുകയാണ് എല്ലാവരുടെ ഇടയിൽ. അതായത് സ്വയംവരത്തിനായിട്ട് തയ്യാറായിട്ട് തന്നെയാണ് ഭഗവാനും നിൽക്കുന്നത്. അപ്പോൾ അവിടേക്ക് വരെ അത് കേൾക്കുകയാണ്. അതാണ് കൃഷ്ണസ്യ ശ്രവണോപകണ്ഠം രോമാഞ്ചചയാഭിരാമം. ശ്രീകൃഷ്ണൻ്റെ ശ്രവണത്തിന് സമീപം, ഉപകണ്ഠം സമീപമാണ്, ചെവിയുടെ അടുത്തേക്ക് എത്തി. അതായത് ആ ശബ്ദം ഭഗവാന്റെ ചെവിയിലേക്കും എത്തിച്ചേർന്നു. ശ്രവണോപകണ്ഠം അത് കേട്ടതോടു കൂടിയിട്ട് ഭഗവാന്റെ ശരീരമാകെ കുളിരുകോരി. അതാണ് രോമാഞ്ചചയാഭിരാമം. തനിക്കിനി പ്രവർത്തിക്കാനുള്ള നേരമായി, വീരരസമൊക്കെ പുറത്തേക്ക് എടുക്കേണ്ട നേരമായി. ശ്രീപാർവതീ ദേവിയെ തൊഴുതു വരുമ്പോൾ രുക്മിണിയെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുവരണമല്ലോ, അതിനായിട്ട് തയ്യാറെടുക്കാറായി എന്നുള്ള തോന്നലും ആ വിവാഹത്തിനുള്ള പുറപ്പാട്, അതിൻ്റെയൊക്കെ ഒരു വികാസം കൊണ്ട് ശരീരം മുഴുവനും രോമാഞ്ച കഞ്ചുകമണിഞ്ഞു എന്നാണ് കവി പറയണത്. അതാണ് രോമാഞ്ചചയാഭിരാമം. രോമാഞ്ചചയം, രോമാഞ്ചത്തിൻ്റെ കൂട്ടം വന്നതുകൊണ്ട് ഒന്നുകൂടി സുന്ദരമായ ശ്രീകൃഷ്ണൻ്റെ ശരീരം. രോമാഞ്ചചയാഭിരാമം ആപാദയന്ത്യ. അതൊക്കെ ഉണ്ടാക്കിയതായ, ഭഗവാന്റെ ശരീരത്തിൽ രോമാഞ്ചമുണ്ടാക്കിയതായ ഭേര്യ, ഭേരികൾ, ആ വലിയ വാദ്യ വിശേഷങ്ങൾ. അതിലെന്താണ് ഉണ്ടായത്? കോണൈഹി മുഹു തദഗ്രേ അതാഡ്യന്ത. ആ ഭേരികളിൽ ഈ പോകുന്ന ഭടന്മാർ, വലിയ വലിയ ആയുധങ്ങൾ പിടിച്ചിട്ടുള്ള ഭടന്മാരുണ്ട്. അതേപോലെ തന്നെ അവരുടെ കൂട്ടത്തിൽ ഈ ഭേരീവാദനം ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു കൂട്ടരും പോയിരുന്നു. അവരെ ഇതിലിങ്ങനെ അടിച്ചുകൊണ്ട്, ഈ പെരുമ്പറയിൽ അടിച്ചുകൊണ്ട് രുക്മിണിയുടെ മുമ്പിൽ ഒരു കൂട്ടരിങ്ങനെ രഥത്തിലൊക്കെ വച്ചിട്ടാവണം, അത്രയ്ക്ക് വലിയൊരു വാദ്യ വിശേഷമാണിത്. അവിടെ വെച്ചുകൊണ്ട്, പെരുമ്പറ വെച്ചുകൊണ്ട് അടിച്ചടിച്ച് ആ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് മുമ്പിൽ അങ്ങനെ സഞ്ചരിച്ചു. അതാണ് തത് അഗ്രേ. രുക്മിണി ദേവിയുടെ മുൻപിൽ ആയിട്ട് ഇവർ സഞ്ചരിക്കുകയും ഇത് താടനം ചെയ്യുകയും ഇത് വാദനം ചെയ്യുകയും ചെയ്തു എന്നാണ് കവി പറയണത്. അതാണ് അതാഡ്യന്ത. ഇതിൽ കോണം എന്ന് പറഞ്ഞാൽ ഒരു വടിയാണ്. അറ്റത്ത് ഇങ്ങനെ കെട്ടിയിട്ടുള്ളതായ
ഒരു തീപ്പന്തം പോലെയുള്ളതായിട്ടുള്ളൊരു വടിയാണ്. ആ വടി കൊണ്ട് ഒന്നും രണ്ടും പേരൊന്നും അടിച്ചാൽ ശബ്ദം കേൾക്കില്ല, അത്രയ്ക്ക് വലിയ പെരുമ്പറയാണ്. അപ്പോൾ കുറേ പേര് ഇത് വാദനം ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പേര് പുറപ്പെട്ടിരുന്നു. അവരെല്ലാവരും കൂടിയിട്ട് രഥത്തിലോ മറ്റോ വെച്ചുകൊണ്ട് ഇതിൽ ഈ പെരുമ്പറയിൽ അടിച്ചുകൊണ്ട് ശബ്ദം പുറപ്പെടുവിച്ച ഒരു കൂട്ടരിങ്ങനെ രുക്മിണിയുടെ മുമ്പിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ സുരക്ഷ അതിന് ഉറപ്പ് നൽകാൻ വേണ്ടിയിട്ട് കുറേ ഭടന്മാർ, ആയുധധാരികളായിട്ടുള്ള ഭടന്മാരും പാർവതീദേവിയെ തൊഴാൻ പോകുന്ന രുക്മിണിക്ക് സംരക്ഷണം നൽകി എന്നർത്ഥം. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. സാ നിർയയൗ രാജസുതാ നഗര്യാ ഗുപ്താഭടൈരുദ്ഭടശസ്ത്രജാലൈ കർത്തും നമസ്യാം ജഗദേകമാത്രേ ബാലേന്ദുചൂഡമണിവല്ലഭായൈ ഭേര്യോ വിയദ്ഭേദപടുപ്രണാദാ കോണൈരതാഡ്യന്തമുഹുസ്തദഗ്രേ ആപാദയന്ത്യശ്രവണോപകണ്ഠം കൃഷ്ണസ്യ രോമാഞ്ചജയാഭിരാമം. അങ്ങനെ വിവാഹം തൊട്ടടുത്തെത്തി ഭഗവാന്റെ. അതിനായിട്ടുള്ള തയ്യാറെടുപ്പോട് കൂടിയിട്ട് ശ്രീകൃഷ്ണൻ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.